This is the mighty 2017 Toyota Fortuner. Just run away with me, darling. Hello people, welcome back to my channel, welcome back to the vlog and welcome back to the beautiful city of Abu Dhabi. ഇന്ന് ഞാൻ ഒരു ഓഫ് റോഡ് കിങ് ആയ ടൊയോട്ട ഫോർച്യൂണറിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ 2017 ടൊയോട്ട ഫോർച്യൂണർ. ഇതാണ് ഇതിൻ്റെ കീ. നമുക്ക് കുറേ ഫീച്ചേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതിന് കീലെസ് എൻട്രി എന്നൊക്കെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറയിലൊരു ഫോർച്യൂണറിൻ്റെ ഔട്ട്ലൈനൊക്കെ കീൻ്റെ പുറയിൽ ലഭിക്കുന്നുണ്ട്. ഇതൊരു മസ്കുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്മൾ ലെക്സസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം മേളിൽ വരുന്ന ലിങ്ക് പ്രസ് ചെയ്താൽ നിങ്ങൾക്കത് കാണുന്നതാണ്. നമുക്ക് ഫ്രണ്ടിൽ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, LED പ്രൊജക്ടർ ഹെഡ്ലാമ്പും പിന്നെ ഡേ ടൈം റണ്ണിങ് ലാംപ്സും ലഭിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റിനകത്ത് ഇൻഡിക്കേറ്ററും ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗ്രിൽ. നമുക്ക് വലിയൊരു ടൊയോട്ടയുടെ എംബ്ലം കാണിക്കുന്നുണ്ട്. ഇതൊരു സഫാരി ടൊയോട്ട ഫോർച്യൂണറാണ്. അതുകൊണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന ആ സാധനം ഫ്ലാഗ് കുത്താനൊക്കെയാണ്. അപ്പം ഫ്രണ്ടിൽ വരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇവിടെ ഇങ്ങനെ വണ്ടി സഫാരി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഫോഗ് ലാംപ്സ് കാണാൻ പറ്റും. ഇതൊരു സഫാരി വണ്ടിയാണ്. ഇത് സാൻഡ് ഡ്യൂൺസിലൊക്കെ കൊണ്ടുപോയി സഫാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് താഴെ സ്കിഡ് പ്ലേറ്റ്സും, ഇത് ഇച്ചിരി ഓഫ് റോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ലിഫ്റ്റഡ് ആണ്. അപ്പം നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസാണ്. 18 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്, നല്ല ഓഫ് റോഡ് ടയർസൊക്കെ വെച്ച്. പിന്നെ നമുക്ക് വലിയ മിറേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. വലിയ മിറേഴ്സ് എന്ന് വെച്ചാൽ നല്ല വലിയ മിറേഴ്സാണ്. അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് ആണ്. വലിയ മിറേഴ്സാണ്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കീലെസ് എൻട്രി ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്കൊരു ബട്ടനൊക്കെ വെച്ചിട്ടുണ്ട്. ക്രോം ഡോർ ഹാൻഡിൽസ് ആണ്. പുറയിലും 18 ഇഞ്ച് അലോയ് വീൽസ് വിത്ത് ഡിസ്ക് ബ്രേക്കാണ്. നമുക്ക് പുറയിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് വലിയൊരു സ്പോയിലർ ലഭിക്കുന്നുണ്ട്. സ്പോയിലർ വിത്ത് ഇൻറ്റിഗ്രേറ്റഡ് തേർഡ് സ്റ്റോപ്പ് ലാമ്പ് ലഭിക്കുന്നുണ്ട്. അതും LED ആണ്. പിന്നെ ബാക്കിലും LED ടെയിൽ ലാമ്പ് അങ്ങനത്തെ ഇതൊക്കെയാണ്. നല്ല ഒരു യുണീക്കായിട്ടുള്ള ടെയിൽ ലാമ്പാണ്. 2 വരയൊക്കെ വെച്ച് നല്ല ടെയിൽ ലാമ്പാണ്. പിന്നെ നടുക്കായിട്ട് നമുക്കൊരു ടൊയോട്ട എംബ്ലം. നമുക്ക് ഇവിടെ ഫോർച്യൂണർ എന്നും പറഞ്ഞ് വൈഡായിട്ട് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായി ലുക്കാണ് നടുക്ക് വെച്ച്. ഇതാണ് നമ്മുടെ LED ടെയിൽ ലാമ്പ്. നല്ല ലുക്കും സ്റ്റൈലിഷും ആയിട്ടുള്ളതാണ്. എല്ലാം നല്ല പ്രൊപ്പോർഷൻഡ് ആണ്. ഇതിനൊരു V6 എൻജിനാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് V6 ബാഡ്ജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഡിക്കി ക്രോം പ്ലേറ്റ് ലഭിക്കുന്നുണ്ട്. ഫോർച്യൂണർ എന്ന് അതിൻ്റെ നടുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സെൻസേഴ്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ ഫ്രണ്ടിലത്തേനേക്കാളും വലിയൊരു സ്കിഡ് പ്ലേറ്റ് ലഭിക്കുന്നുണ്ട്. നമുക്ക് പുറയിൽ അടിയിലായിട്ട് നമുക്ക് സ്പെയർ വീല് ലഭിക്കുന്നുണ്ട്. ഇതാണ് പുറയിലത്തെ പ്രൊഫൈൽ. ഇത് ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് VXR എന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ വണ്ടിക്ക് ബൈ ബീം LED എന്നും പറഞ്ഞ് ഹെഡ്ലൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് സ്റ്റൈലിംഗ് എഫക്റ്റായിട്ട് ഫ്ലോട്ടിംഗ് റൂഫ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പുറയിൽ ആയിട്ട്. എന്ന് വെച്ചാൽ ഇത് പുറയിലത്തെ പില്ലർ ബ്ലാക്ക് പെയിൻറ്റഡ് ആണ്. അതുകൊണ്ട് ഈ ഗ്ലാസ് ചമ്മിൽ ചേരുന്ന സ്ഥലം കണക്റ്റഡ് ആണെന്ന് പോലെ തോന്നും. അപ്പം മേളിലത്തെ ആ റൂഫ് വൈറ്റ് ആയതുകൊണ്ട് ആ ഫ്ലോട്ടിംഗ് ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അകത്ത് റെഡ് ഫ്ലാഷേഴ്സ് ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സഫാരിയിൽ പോകുമ്പോൾ പുറകെ വരുന്ന വണ്ടിക്ക് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഫോർച്യൂണറിന് 250 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ലഭിക്കുന്നത്. സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരിയും കൂടെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 250 mm.
പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ, പിന്നെ നമുക്ക് സൈഡ് സ്റ്റെപ്പ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എന്ന് വെച്ചാൽ ഡുവൽ ടോണാണ്. ഇതിന് കീലെസ് എൻട്രി ആണ്. അപ്പം നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പം നമുക്ക് അകത്ത് കയറാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് ആണ്. ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. പിന്നെ നമുക്ക് അടിപൊളി ലുക്കാണ് ഇതിനകത്ത്. ഇതൊക്കെ ലെതറും സ്റ്റിച്ചിങ്ങും ഒക്കെ സൂപ്പറാണ്. ഒരു ലക്ഷറി SUV എന്ന് വെച്ചാൽ നല്ല കേപ്പബിൾ ആയിട്ടുള്ള SUV ആണ്. ഫ്രണ്ടിൽ ഡാഷ്ബോർഡിനകത്തും സ്റ്റിയറിംഗ് വീലിനകത്തും SRS എയർ ബാഗ്സ് ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗേജ് ക്ലസ്റ്റർ, അല്ലെങ്കിൽ ചില നാട്ടിൽ വിളിക്കുന്നത് സ്പീഡോമീറ്റർ എന്നും വിളിക്കും. അപ്പം നമുക്ക് സ്റ്റിയറിംഗ് വീലിലെ ബട്ടൺസ് വെച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി, നല്ല കൂളായിട്ടുള്ള ഗേജ് ക്ലസ്റ്ററാണ്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലെ ഓരോ ബട്ടൺസൊക്കെ വെച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ ഡോർ ഓപ്പൺ ആയിരിക്കുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓഡോമീറ്റർ റീഡിംഗ് എന്ന് വെച്ചാൽ 128,892 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. അത് ഒരുപാട് ഓടിയിട്ടുണ്ട് ഈ വണ്ടി. സഫാരിയിലൊക്കെ ഓടിക്കുന്ന വണ്ടി ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഈ വണ്ടി പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ പ്ലസ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് മൈനസ് പ്രസ് ചെയ്യുന്ന ഓരോ ഗിയേഴ്സ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോ ബട്ടൺസൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലെല്ലാം ലെതർ റാപ്ഡ് ആണ്. ഫുൾ ഹാൻഡ് സ്റ്റിച്ച്ഡ് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് ഇതിന് ലഭിക്കുന്നത്. നല്ലൊരു ക്ലാസി ലുക്കാണ് ഈ വണ്ടിക്ക് സ്റ്റിയറിംഗ് വീലുള്ളത്. പിന്നെ ഈ വണ്ടിക്ക് ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ക്രൂസ് കൺട്രോളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് കാറിൻ്റെ വയർലെസ് ചാർജർ ഫോൺ ഹോൾഡറാണ് ഈ വണ്ടിക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് വെച്ച് കാണിച്ച് തരുന്ന. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോൺ വെക്കുമ്പോൾ മാഗ്നറ്റിക് ആയിട്ട് ഹോൾഡ് ആവും. പിന്നെ നമ്മൾ ഫോൺ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ AC ആണ്. ഇത് ACക്ക് ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷ് ലഭിക്കുന്നുണ്ട്. ഈ നടുക്കത്തെ സെൻറ്റർ ഭാഗം പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ലഭിക്കുന്നത്. നല്ലൊരു ലുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ലെതർ റാപ്ഡാണ്. പിന്നെ ഇതാണ് നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് കുറേ ബട്ടൺസൊക്കെ കിട്ടും. നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ലഭിക്കുന്നുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. പിന്നെ നമുക്ക് 4 വീൽ ഡ്രൈവ്, H4 4 വീൽ ഡ്രൈവ് ആണ്. H2 2 വീൽ ഡ്രൈവ് ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡോർ മൗണ്ടഡ് കൺട്രോൾസ്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് മിറർ കൺട്രോൾസ് ആണ്. നമ്മൾ ഓരോന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഓട്ടോ ഫോൾഡിങ് ഒക്കെയാണ്. സൂപ്പറാണ്. പിന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഹുഡ് ലാച്ച്. പിന്നെ നമുക്ക് പെട്രോൾ ഒഴിക്കുന്ന ആ ഫ്യൂൽ ഡോറ് തുറക്കാനുള്ള ലാച്ച്. ഇതാണ് ഇതിൻ്റെ ഫ്യൂൽ എക്കോണമി റേറ്റിംഗ്. വെരി പുവറാണ്. 9.5 ഉള്ളൂ. 9.5 ആണ് ഇതിൻ്റെ ഫ്യൂൽ എക്കോണമി റേറ്റിംഗ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫോർച്യൂണറിന് നല്ല പവറുണ്ട്. V6 എൻജിൻ ആയതുകൊണ്ട് നല്ല പവറുണ്ട്. അതുകൊണ്ടാണ് ഇതിന് 9.5 ഫ്യൂൽ എക്കോണമി കാണിക്കുന്നത്. പക്ഷേ അത് കുഴപ്പമില്ല, ഇത്രയും വലിയ വണ്ടിയൊക്കെ ആയതുകൊണ്ട്. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ RFID കാർഡും വെച്ചാണ്. നമ്മളവിടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ പുഷ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പാസഞ്ചർ സൈഡിൽ വരുവാണെങ്കിൽ നമുക്ക് 2 ഗ്ലവ് ബോക്സ് കിട്ടുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ ഫോർച്യൂണർ എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഒരെണ്ണം കാണാൻ പറ്റും. നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള കൂൾഡ് സ്റ്റോറേജ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗ്ലവ് ബോക്സ് കൂൾഡ് അല്ല. അവിടെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെക്കുന്നത്. ഫുള്ളി ലെതർ റാപ്ഡ് ആണ് ടോപ്പിലെ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്.
നമുക്ക് എ സിയുടെ അവിടെ ഒരു സിൽവർ പീസ് കാണാം. നമുക്ക് ഹെഡ് റെസ്റ്റിൻ്റെ അവിടെ നമുക്കൊരു ഫോർച്യൂണറിൻ്റെ ഔട്ട്ലൈൻ കാണാം. അത് നല്ല ലുക്കാണ്. പിന്നെ നമുക്ക് ഒരു ഡോറിൽ വെച്ച് 2 സ്പീക്കർ ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡുവൽ ടോൺ ഡോറ് ഇൻറ്റീരിയറാണ്. അപ്പോൾ നമുക്ക് അവിടെയും ലെതർ കാണാൻ പറ്റും. നമ്മൾ ഡോറ് തുറക്കുമ്പം വേറെ ആൾക്കാരെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സെക്കൻഡ് റോ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സഫാരിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിന് കുറേ റോൾ കേജും അങ്ങനത്തെ കുറേ ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. റോൾ കേജിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഈ വണ്ടി ഇപ്പം സാൻഡ് ഡ്യൂൺസിൽ പോകുമ്പം മറിഞ്ഞെന്ന് വെച്ചാൽ നല്ല ക്യാബിനകത്ത് വലിയ പ്രശ്നം ഒന്നുമില്ലാതെ പാസഞ്ചേഴ്സിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് റോൾ കേജ് വെച്ചിരിക്കുന്നത്. പിന്നെ തേർഡ് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടൊരു സെക്കൻഡ് 2 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ലഭിക്കുന്നത്. അതും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോളാണ്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ ബാക്കിലായിട്ടൊരു ഹുക്ക് ലഭിക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഹുക്കാണ്. പിന്നെ നമുക്കൊരു 12 വോൾട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് AC വെൻസ് മേളിൽ തേർഡ് റോയിലും ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റോൾ കേജ് ഇച്ചിരി കൂടെ ക്ലോസ് ആയിട്ട് കാണാം. അതും ലെതർ റാപ്ഡ്. അതൊക്കെ എക്സ്ട്രാ ആയിട്ട് വെച്ചേക്കുവാണ് സഫാരിയിൽ ഉപയോഗിക്കുമ്പോൾ വേണ്ടിയിട്ട്. പിന്നെ ഈ വണ്ടിക്ക് ആംറസ്റ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് അങ്ങനത്തെ ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചെല്ലാം കയറ്റി വച്ചേക്കാം. പിന്നെ ഈ വണ്ടിക്ക് പവർ ട്രങ്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ കീയിൽ ലോങ് പ്രസ് ചെയ്യുമ്പം ഇതിൻ്റെ ട്രങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലിഫ്റ്റ് ആവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് സേഫ്റ്റി ഗ്രില്ലെന്ന് പറയുന്നൊരു ആക്സസറി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറകിലത്തെ സീറ്റെല്ലാം ഫോൾഡഡ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ബ്ലിങ്കിങ് ലൈറ്റ്സ്. അപ്പം നമുക്ക് പുറകിൽ വരുന്ന വേറെ സഫാരി കാർസിന് വാൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ടെയിൽ ഗേറ്റ് അടയ്ക്കാനായിട്ട് പിന്നെയും ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഫോർച്യൂണർ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം അടച്ചു തരും. ഇതൊരു ലക്ഷറി കാറായതുകൊണ്ട് എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്നു നോക്കിയാലോ. ഈ വണ്ടിയുടെ ബോണറ്റിനടിയിൽ ഒരു മോൺസ്ട്രസ് 4 ലിറ്റർ V6 എൻജിനാണ്. ദാറ്റ് പ്രൊഡ്യൂസസ് 174 ഹോഴ്സ് പവറാണ്. ഇത് ഓഫ് റോഡിങ് ചെയ്യാൻ നല്ല ആയിട്ടുള്ളൊരു പവർഫുൾ എൻജിനാണ് ഈ വണ്ടിക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഇത് ഓഫ് റോഡ് വണ്ടിയാണെങ്കിലും ഈ വണ്ടിക്ക് നല്ല സൗണ്ടുണ്ട്. നിങ്ങളൊന്ന് ലിസൺ ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫോർച്യൂണറിൻ്റെ റിവ്യൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോകൾ വരുന്നത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.